ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. അന്വേഷണം കഴിയട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് വഴങ്ങി ഇടതുമുന്നണി യോഗം. യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയം ചർച്ചയ്ക്കെടുത്തത് ഘടകകക്ഷികളുടെ ആവശ്യപ്രകാരമാണ്. നിലപാടിൽ മാറ്റമില്ലെന്ന് CPIയും RJDയും വ്യക്തമാക്കി. LDF കൺവീനറിന്റെ വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, LDF കൺവീനർ കൃത്യമായ ചോദ്യങ്ങൾക്കും മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമുണ്ട്. ആ അന്വേഷണ സംഘം ADGPക്കെതിരെ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ പരിധിയിലേക്ക് ഈ ADGP RSS കൂടിക്കാഴ്ച കൂടി ചേർത്ത് വയ്ക്കുക, അത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നല്ലേ മുന്നണിയുടെ നിലപാട്? സുജയ, അതെ, അതുതന്നെയാണ് മുന്നണിയുടെ നിലപാട്. ഇപ്പോൾ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച എന്നത് PV അൻവറിന്റെ പരാതിക്ക് ശേഷം ഉയർന്നു വന്ന കാര്യമാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയം മുന്നണി യോഗത്തിൽ മറ്റ് ഘടകകക്ഷികൾ ഉന്നയിച്ച വിഷയം കൂടി ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താം. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉചിതമായ നടപടി തെറ്റുകാരനെങ്കിൽ സ്വീകരിക്കും. അതാണ് മുന്നണിയുടെ സമീപനമെന്നാണ് കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് തിടുക്കപ്പെട്ട് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാനോ സർക്കാർ ഒരുക്കമല്ല. ഈ അന്വേഷണം തീരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരുന്നേ മതിയാവൂ. എന്താണ് അത്രയും കാത്തിരിക്കുന്നതിന് നിങ്ങൾക്കുള്ള തടസ്സം എന്ന മറുചോദ്യമാണ് LDF കൺവീനർ TP രാമകൃഷ്ണനിൽ നിന്ന് ഉണ്ടാകുന്നത്. ശ്രീജിത്ത്, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം നേരിടേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതിന് പിന്നിൽ എന്തായിരിക്കും? ADGP MR അജിത് കുമാറിന് മറ്റ് പോലീസുകാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പരിഗണനയും കരുതലും മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ ഇന്ന് മാധ്യമപ്രവർത്തകരോട് LDF കൺവീനറോട് ചോദ്യം തന്നെ ഉയർത്തി. അതായത് പ്രകാശ് ജാവ്ദേക്കറെ കൂടിക്കാഴ്ച നടത്തിയെന്ന കുറ്റത്തിനാണ് LDF കൺവീനറെ പുറത്താക്കുന്നത്, ആ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ പുറത്താക്കുന്നത്. സമാനമായ കുറ്റം സർക്കാരിലിരുന്ന് ചെയ്ത, സമാനമായ ഒരു നടപടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. അപ്പോൾ EP ജയരാജനെ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ആണ് ഈ LDF കൺവീനർ സ്ഥാനത്ത് നീക്കിയത് എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന മറുപടിയാണ് TP രാമകൃഷ്ണൻ നൽകിയത്. അതായത് സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് EP നീക്കിയതെന്ന വിശദീകരണമാണ് ഇതിന് നൽകുന്നത്. എന്നാൽ ഈ ADGP MR അജിത് കുമാറിന് സർക്കാരിൽ നിന്ന് വലിയ പരിഗണന, മുഖ്യമന്ത്രിയിൽ നിന്ന് വലിയ പരിരക്ഷ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ലഭിക്കാത്ത തരത്തിൽ, കാരണം ഇപ്പോൾ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മുന്നണിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികൾ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നു. LDF യോഗത്തിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ, ചർച്ചകൾ നടക്കുന്നു. എന്നിട്ടും ADGP MR അജിത് കുമാറിനെ ഈ അന്വേഷണ റിപ്പോർട്ട് കഴിയുന്നവരെ കൈവിടാൻ തയ്യാറല്ല എന്ന മുഖ്യമന്ത്രിയുടെ ഒറ്റ തീരുമാനത്തിന് പിന്നിലേക്ക് മുന്നണിയും സർക്കാരും പാർട്ടിയും CPIയും എല്ലാം മാറുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയല്ലാതെ മറ്റെന്താണ് ഇതിന് കാരണമെന്ന് ഇനിയും വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇക്കാര്യത്തിൽ കാത്തിരിക്കാനാണ് പറയുന്നത്. ആ കാത്തിരിപ്പെന്ന് പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിക്കുന്നത് വരെയല്ലേ? തീർച്ചയായും. അതായത് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിൻ്റെ കാലാവധിയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ആ ഉത്തരവിൽ തന്നെ പറയുന്നത് 1 മാസത്തെ കാലാവധിയാണ്. എന്നാൽ ഇപ്പോൾ അല്പം മുമ്പ് TP രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, 3 DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണത്രേ മുഖ്യമന്ത്രി ഈ LDF യോഗത്തിൽ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ഈ നടത്തുന്ന അന്വേഷണത്തിന് പുറമെ DGP റാങ്കിലുള്ള മറ്റ് 2 പേർ കൂടി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ നടത്തിയത്. അപ്പോൾ DGP റാങ്കിലുള്ള ADGP ആണ് MR അജിത് കുമാർ, അദ്ദേഹത്തിനും ഉയരെയുള്ള 3 പേർ, സംസ്ഥാന പോലീസ് മേധാവി അടക്കം 3 പേർ ഈ കാര്യങ്ങൾ പരിശോധന നടത്തുന്നു, അന്വേഷണം നടത്തുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി LDF യോഗത്തെ അറിയിച്ചത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 5 അംഗ അന്വേഷണ സംഘത്തിന് പുറമെ മറ്റ് 2 DGP ലെവലുള്ള ഉദ്യോഗസ്ഥരും ഈ കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് LDF യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ആ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ വരുമ്പോഴായിരിക്കും നടപടിയെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആർ ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാർ അവധി ക്യാൻസൽ ചെയ്ത് തിരിച്ചെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഒരുപക്ഷെ ഇപ്പോൾ SP റാങ്കിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലമാറ്റ ഉത്തരവ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തിറങ്ങുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. പക്ഷേ അവധി റദ്ദാക്കി അജിത് കുമാർ തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴി SIT സംഘം എടുക്കുന്നു. അദ്ദേഹം കൊടുത്ത പരാതികളും അതേ രീതിയിൽ തന്നെ ഗൗരവത്തോടു കൂടി തന്നെ ഇതേ സംഘം പരിശോധിക്കപ്പെടുകയാണ്. ഇവിടെ അന്വേഷണത്തിൽ കൃത്യമായി PV അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ്
തെളിവ് നൽകാൻ അൻവറിന് കഴിഞ്ഞില്ലെങ്കിൽ ADGP MR അജിത് കുമാറിന് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ കിട്ടിയതുപോലെ തന്നെയുള്ള പ്രൊട്ടക്ഷൻ തുടർന്നും ലഭിക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? PV അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളെ പറ്റിയുള്ള പരിശോധനയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ 14-ാം തീയതി മുതൽ 4 ദിവസം ഓണം പ്രമാണിച്ച് MR അജിത് കുമാർ അവധി നൽകിയിരുന്നത്. എന്നാൽ ഈ അവധി റദ്ദാക്കി അദ്ദേഹം ഇപ്പോൾ ജോലിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് അവധി എന്നുള്ള കാര്യം അദ്ദേഹം മാറ്റിവെച്ച് തിരികെ അദ്ദേഹം ഈ ജോലിയിൽ തന്നെ തുടരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നലെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റം സംബന്ധിച്ച ഉത്തരവ് വരുമ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് അക്കാര്യത്തിൽ ഒരു പങ്കുണ്ട്. അത് അദ്ദേഹത്തിന് കൂടി അനുമതിയും അദ്ദേഹത്തിന് മുന്നിലൂടെ കടന്നാണ് ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ കൂടി സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ ഇടപെടാനോ കഴിയുന്ന തരത്തിലുള്ള അധികാരം ഇപ്പോഴും ADGP MR അജിത് കുമാർ കൈയാളുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഇനി മുഖ്യമന്ത്രി സംരക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിരക്ഷ അദ്ദേഹം നൽകുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാവൂ. എന്തായാലും MR അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് മുന്നണി യോഗത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അടിയന്തരമായി ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന നിലപാടെടുത്തു. RJD നേതാക്കൾ ആ സമീപനം സ്വീകരിച്ചു. മറ്റ് കേരള കോൺഗ്രസ് M അടക്കമുള്ളവരും ഇതേ മറ്റുള്ള അഭിപ്രായം മുന്നണി യോഗത്തിൽ പറഞ്ഞു. എന്നാൽ എല്ലാവരും മുഖ്യമന്ത്രി പറഞ്ഞ 1 മാസത്തെ അന്വേഷണത്തിന്റെ ശേഷം നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യം ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകുമോ? സർക്കാരിന് വിട്ടിരിക്കുകയാണ് LDF. ഇനി മന്ത്രിമാർക്കടക്കം ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം ഉറപ്പാണ്, ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. CPIയുടെ ഭാഗത്തു നിന്ന് പുറത്തും അകത്തും ഉയർന്ന എതിർപ്പുകളൊക്കെ തള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.